ഹലോ ഗീസ്, വെൽക്കം ബാക്ക് ടു ADV സഞ്ചാരീസ്. നമ്മളൊക്കെ ബൈക്കിൽ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആൾക്കാരാണല്ലേ. നമ്മുടെയൊക്കെ പലതരത്തിലുള്ള ബൈക്കുകളാണ്. ചെറിയ ബൈക്ക്, വലിയ ബൈക്ക്, ഇടത്തരം ബൈക്ക്, മീഡിയം ബൈക്ക്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സീറ്റുകളും പല തരത്തിലാണ്. അതിൽ ചില സീറ്റിൻ്റെയൊക്കെ പുറത്തിരുന്ന് നമുക്ക് കുറച്ച് ഓടിക്കുമ്പം നമ്മുടെ നിതംബങ്ങൾ ഒരു പരുവായിട്ട് വരും. അത് ഒരുപാട് പേർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. നമ്മളൊരു ലോങ് റൈഡ് പോകുമ്പം വളരെ സുഖകരമായിട്ടുള്ള യാത്രയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ആപ്പിൾ പോലിരിക്കുന്ന നിതംബങ്ങൾ ഒരുമാതിരി അവിഞ്ഞ മാങ്ങ പോലെ ആയിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഒരുപാട് പേര് എയർ സീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, വേറെ ചിലർ ജെൽ സീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലേതാണ് നല്ലത്, ഏതാണ് നമുക്ക് ലാഭം, ഏതാണ് നമുക്ക് ഉപയോഗപ്രദം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വിലയിരുത്തി നോക്കാം. ഓക്കെ, ഇത് രണ്ടും നല്ലത് തന്നെയാണ്. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ പർപ്പസിനനുസരിച്ചാണ് ഇത് രണ്ടും നല്ലതാവുന്നത്. ആദ്യം നമുക്ക് എയർ സീറ്റ് എടുക്കാം. ദൂരയാത്ര പോകുന്ന ആൾക്കാർക്ക് ഒരുപാട് ഉപയോഗപ്രദമായൊരു സീറ്റാണ് എയർ സീറ്റ്. അതുകൊണ്ട് തന്നെ ദൂരയാത്ര പോകുന്നവർ മാത്രമേ എയർ സീറ്റ് എടുക്കാവൂ എന്നൊന്നുമില്ല. ചെറിയ യാത്ര പോകുന്നവരും എയർ സീറ്റ് എടുക്കാം. പക്ഷേ ദൂരയാത്ര പോകുന്നവർ ഒരു കാരണവശാലും ജെൽ സീറ്റ് എടുക്കാൻ പാടില്ല. എയർ സീറ്റിനുള്ളിൽ നമ്മൾ എയർ അടിക്കുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് എയർ സർക്കുലേഷൻ ഉണ്ടായത് കൊണ്ട് നമ്മുടെ ആപ്പിൾ പോലിരിക്കുന്ന നിതംബങ്ങൾ എപ്പോഴും നല്ല ഫ്രഷ് ആപ്പിൾ പോലെ തന്നെ ഇരിക്കും. മനസ്സിലായില്ലേ? മാത്രമല്ല, ഇത് ഗട്ടർ കാര്യങ്ങളൊക്കെ വീഴുന്ന സമയത്ത് ആ ഒരു സസ്പെൻഷൻ പോലെ എന്ന് വെച്ചാൽ വലിയ കുതിപ്പുണ്ടാവും എന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു ഇമ്പാക്റ്റ് കുറേയൊക്കെ അങ്ങ് എയർ സീറ്റ് അങ്ങ് അബ്സർവ് ചെയ്തെടുക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു കുറച്ചുകൂടെ സുഖം കിട്ടും ഗട്ടറിലൊക്കെ വീഴുന്ന സമയത്ത്. നമ്മളൊക്കെ ദൂരയാത്ര പോകുന്ന സമയത്ത് 3-4-5 മണിക്കൂറൊക്കെ ഇരിക്കുന്ന സമയത്ത് അത്രയും നേരം നമ്മുടെ ആ ഒരു നിതംബങ്ങൾ ഫ്രഷായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെ. ചിലർക്കുണ്ട് ഒരു 2-3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരുമാതിരി അങ്ങ് എല്ല് വരെ സീറ്റ് തട്ടുന്ന രീതിയിൽ അങ്ങ് പതിഞ്ഞു പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഒഴിവാക്കാനായിട്ട് എയർ സീറ്റ് വളരെ യൂസ്ഫുള്ളാണ്. പക്ഷേ ഇതിനൊരു ഡ്രോബാക്ക് ഉണ്ട്. ഒന്നല്ല, എയർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ എയർ ലീക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല, ഇത് നമ്മൾ നിത്യവും എടുത്ത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ, അത് തേച്ചുറച്ച് കഴിയണമെന്നല്ല പറയുന്നത്, അതിനകത്തുള്ള പൊടിയും മണ്ണും ഒക്കെ എടുത്ത് കളഞ്ഞിട്ടില്ല എങ്കിൽ അതിരുന്ന് ലീക്ക് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി ലീക്ക് ആയിക്കഴിഞ്ഞാൽ ഇത് കളയണ്ട, ആ പഞ്ചർ നമുക്ക് ഒട്ടിക്കാൻ പറ്റും. ആ ഒട്ടിക്കുന്ന പഞ്ചർ കിറ്റിന് ഏകദേശം 1000-ന് റേറ്റ് വരികയും ചെയ്യും. അതാണ് പ്രശ്നം. ചുരുക്കി പറഞ്ഞാൽ ഒരു കൊച്ചു കുട്ടീനെ നോക്കുന്നത് പോലെ നമ്മൾ എയർ സീറ്റ് കൊണ്ട് നടക്കണം എന്നർത്ഥം. കെയർ കൂടുതൽ വേണം. പക്ഷേ ജെൽ സീറ്റിന് യാതൊരു വിധത്തിലുള്ള കെയറിങ്ങും വേണ്ട. അതുകൊണ്ട് തന്നെ അതിന് വലിയ സുഖവുമില്ല. കാരണം ഇത് ജെല്ലായതുകൊണ്ട് തന്നെ അതിനകത്ത് എയർ സർക്കുലേഷൻ ഇല്ല. ഇതിൻ്റെ ഒരു പ്രവർത്തനം, നമ്മൾ നിതംബങ്ങൾ അതിനകത്തോട്ട് എടുത്ത് വെക്കുമ്പം നിതംബങ്ങളുടെ ആ ഒരു ഷേപ്പിൽ ഇതങ്ങോട്ട് താഴ്ന്ന് അമങ്ങി പതിഞ്ഞിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു കംഫർട്ട് സോണെന്ന് പറയുന്നത്. എയർ സീറ്റിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ എയർ സീറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇത് എയർ സീറ്റിൻ്റെ അത്രയും ഒന്നും നമുക്കൊരു കംഫർട്ട് കിട്ടത്തില്ല. മനസ്സിലായില്ലേ? മാത്രമല്ല, ഇത് വെയിലത്തൊക്കെ, അതായത് നമ്മൾ ബൈക്ക് എവിടെയെങ്കിലും കൊണ്ടുവച്ച് വെയിലുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഇത് ഒരുമാതിരി എന്താ പറയുക, മെൽറ്റായി പോകുന്ന പോലെ, ഒരു ഒട്ടിപ്പോകുന്ന പോലെ അങ്ങ് നശിച്ചു പോകും. ഇത് സാധനം കാലക്രമേണ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നൊരു സാധനമാണിത്. അപ്പോൾ ഇതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് എയർ സീറ്റ് തന്നെയാണ്. കൂടുതൽ കെയർ കൊടുക്കണമെന്നേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്ത് ചെയ്യും മല്ലയ്യ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നേ പറയത്തുള്ളൂ, ബൈക്ക് എടുക്കുക. മറ്റേ ഈ സീറ്റിൻ്റെയൊക്കെ സ്പോഞ്ചൊക്കെ സെറ്റ് ചെയ്യുന്ന ഷോപ്പുകളുണ്ട് നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഉണ്ട്. നമ്മുടെ സീറ്റ് അവിടെ കൊണ്ടുപോവുക, കുറച്ചുകൂടെ കുഷ്യനാണ് അതിനകത്തോട്ട് കയറ്റി കുറച്ച് സോഫ്റ്റാക്കി വീണ്ടും ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നല്ലത്. അതാകുമ്പോൾ പിന്നെ പെർമനൻ്റ് ആയിരിക്കും, നമുക്കൊരു സുഖമായിരിക്കും, കംഫർട്ടായിരിക്കും. വെറുതെ അതിൻ്റെ പുറത്ത് വെച്ച് കെട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ ഇറങ്ങും. അതേപോലെ നമ്മൾ കെയർ ചെയ്യേണ്ടി വരും. അങ്ങനെ കുറച്ച് ദുരന്തങ്ങളുണ്ട്. ഏതെങ്കിലും ഈ കുറച്ച് സീറ്റ് വലിച്ച് കീറിയിട്ട് അതിനകത്ത് കുറച്ചുകൂടെ കുഷൻ കയറ്റി സെറ്റ് ചെയ്തിട്ട് ലൂസാക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് സുഖമെന്നറിയാമോ? കാണാൻ സീറ്റിൻ്റെ ഒരു ഷേപ്പിൽ കുറച്ച് വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. പക്ഷേ പെർമനൻ്റായിട്ട് ഇരിക്കുന്നത് ഞാൻ നോക്കിയിട്ട് അതേ ഉള്ളൂ. പിന്നെയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പം എൻ്റെ വണ്ടി ഡൊമിനാർ 400 ആണ്, 2018 മോഡലാണ്. നിലവിലുള്ള ഡൊമിനാറിനേക്കാളും സീറ്റ് കുറച്ച് ഹാർഡാണ്. അതിനകത്ത് ഏകദേശം 500+ കിലോമീറ്റർ. ഈ അടുത്ത് ഞാനിപ്പോൾ കൂർഗ് വരെ പോയിട്ട് വന്നേ ഉള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് 12 മണിക്കൂർ അതിനകത്തിരുന്ന് യാത്ര ചെയ്തിട്ടുള്ളൂ. 500 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ നിതംബങ്ങളുടെ പരിപ്പിളപ്പിയത്. അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ ഒരു മൈൻഡും ശരീരപ്രകൃതവും ഒക്കെ കൊണ്ട് ഡിഫറൻ്റ് ആയിരിക്കും. എനിക്കിപ്പോൾ എൻ്റെ വണ്ടിയിൽ 500 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ ഓടിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ വണ്ടിയിലും പറ്റണമെന്നില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ കുറച്ച് എക്സ്പെൻസീവായിട്ട് നോക്കുന്നുണ്ടെങ്കിലോ, ഓവർ കെയർ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലോ, അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റി യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ സീറ്റ് മേടിക്കുകയോ ജെൽ സീറ്റ് മേടിക്കുകയോ കുഷൻ കയറ്റിയോ ഇനി ഒന്നുമില്ലാതെ ഫ്ലാറ്റായിട്ട് അടയ്ക്കുകയോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇതിപ്പം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അനുഭവപ്പെടുന്നത്, എന്താണ് നമ്മളുടെ ഒരു റിസൾട്ട് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് തന്നേ ഉള്ളൂ.
ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ ഇൻസ്റ്റാഗ്രാമിലും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.